പക്ഷെ നിങ്ങൾ ഈ കൊടുക്കുന്ന 50,000 രൂപയ്ക്കുള്ള ഒരു തേങ്ങാക്കൊലയും അതിലില്ല. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആപ്പിളിന്റെ ഫാൻ ബോയ്സ് ഉണ്ടെങ്കിൽ അങ്ങ് മാറി നിന്നേക്ക്. നിങ്ങൾ നോക്കിക്കോ അടുത്ത സെയിൽ ടൈമിൽ ഇതിന്റെ വില എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാം. ഓക്കെ ഗൈസ്, ബെസ്റ്റ് ഫോൺസ് അണ്ടർ 20,000, 25,000, 30,000 ഈ 3 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. സോ അടുത്താണ് ബെസ്റ്റ് ഫോൺസ് അണ്ടർ 50,000. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള പ്രൈസിംഗും അല്ല, എന്നാൽ മിഡ് റേഞ്ചിലുള്ള പ്രൈസിംഗും അല്ല. അതുകൊണ്ട് തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലുള്ള ഫീച്ചർ തരുന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒട്ടും വാല്യൂ ഫോർ മണി അല്ലാത്ത ഫോണുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിലുണ്ട്. സോ അത് രണ്ടും സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഫോൺ ചൂസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫോണുകളും എന്നാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന ഫോണുകളും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ് സ്റ്റാർട്ട്. സോ ഇതിൽ ഫസ്റ്റത്തെ ഫോണാണ് ഓപ്പോയുടെ Reno 14 Pro. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഓപ്പോയുടെ ഫോൺ റെക്കമെൻഡ് ചെയ്യാറില്ല. അതിനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാറുള്ളത് അവരുടെ ഡിസൈനിലും അതുപോലെ തന്നെ ക്യാമറയിലും മാത്രമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ടുള്ള ഓപ്പോയുടെ Reno 14 Proയിൽ Dimensity 8450 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നതാണ്. ഏതാണ്ട് 1.6 മില്യണോളാണ് ഈ ഒരു ചിപ്സെറ്റിന്റെ ANTUTU സ്കോർ വരുന്നത്. പിന്നെ അറിയാലോ ഓപ്പോയുടെ Reno സീരീസ് ആയതുകൊണ്ട് തന്നെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ 3.5x ഉള്ള ടെലിഫോട്ടോ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 12 GB LPDDR5X റാം ആണ് ഇതിന്റെ ബേസ് വേരിയന്റിൽ തന്നെ വരുന്നത്. 256 GB ആണ് സ്റ്റോറേജും വരുന്നത്. അതും UFS 3.1 കൊടുത്തിട്ടുണ്ട്. പിന്നെ 6200 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ഒക്കെ ഈ ഒരു ഫോണുണ്ട്. പിന്നെ IP69 ഒക്കെ സർട്ടിഫൈഡ് ആണ്. സോ ഒരു 50,000 രൂപ പ്രൈസ് ആയിട്ട് നിങ്ങൾ ഒരു ഓപ്പോയുടെ ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. കാരണം ഒരു ഓഫർ ടൈം ഒക്കെ വരുമ്പോൾ ഏതാണ്ട് 50,000 രൂപ താഴെ ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അടുത്താണ് സാംസങ്ങിന്റെ S24. ഈ ഒരു ഫോൺ പ്രധാനമായും റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരെ പ്രോപ്പർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ്. സാംസങ്ങിന്റെ 1UI നല്ല അടിപൊളിയാണ്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേഷൻ കിട്ടാറുണ്ട്. ഗ്രീൻ ലൈനും ഇതൊക്കെ വരുന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. പിന്നെ നല്ലൊരു ക്യാമറ പെർഫോമൻസും ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 12 മെഗാ പിക്സലിന്റെ 3x ടെലിഫോട്ടോ ക്യാമറ ഒക്കെ ഈ ഒരു ഫോണിലുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പോരായ്മ എനിക്ക് എപ്പോഴും പറയാനുള്ളത് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലല്ലാത്ത ഫോണുകളിലൊക്കെ അവർ കൊടുക്കുന്നത് ഒട്ടുമിക്കവാറും കൊടുക്കുന്നത് എക്സിനോസിന്റെ ചിപ്സെറ്റാണ്. ആ ഒരു ചിപ്സെറ്റ് അത്ര റിലയബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആയിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. സോ അതൊരു പോരായ്മ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് 4000 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, അതിനൊക്കെ ഫാസ്റ്റ് ചാർജിങ് ഒന്നും പോലും പിടിക്കാൻ പറ്റില്ല. പിന്നെ 15 വാട്ടിന്റെ ഒരു വയർലെസ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കൊടുത്തിട്ടുള്ള ഗ്ലാസ് ഗൊറില്ല ഗ്ലാസിന്റെ വിക്ടസ് 2 ആണ്. സോ പെട്ടെന്നൊന്നും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ IP68 സർട്ടിഫൈഡ് ആണ്. ഈ സിമ്മും ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സാംസങ്ങിന്റെ ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിനേക്കാൾ മികച്ച ഫോണുകൾ വരുന്നുണ്ട്. വെയിറ്റ്. അടുത്താണ് റിയൽമിയുടെ GT7 Pro. എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, സ്നാപ്ഡ്രാഗന്റെ 8 Elite വെച്ച് വന്നിട്ടുള്ള ഫസ്റ്റ് ഫോണാണ് ഈ ഒരു ഫോൺ. അഫ്കോഴ്സ് ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണാണ്. പിന്നെ നല്ല കിഡിലൻ ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗന്റെ 8 Elite ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 2.8 മില്യൺ ആണ് ഇതിന്റെ ANTUTU സ്കോർ വരുന്നത്. പിന്നെ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിന്റെ തന്നെ ഒരു 3x ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് 60 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് IP69 സർട്ടിഫൈഡ് ആണ്. ഇതിന്റെ ഡിസ്പ്ലേ HDR10+ സപ്പോർട്ടഡ് ആണ്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കേട്ടോ. അതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു സിസ്റ്റം മറ്റു ഫോണുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൈ കുറച്ച് വെറ്റായാലും നിങ്ങളെ ഫോൺ ഈസിലി നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 5500 mAh ബാറ്ററി വരുന്നുണ്ട്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോൺ, അതും റിയൽമിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ചൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ഇതിൽ ഒട്ടും പിടിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ UI അത്രയും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് അല്ല. എന്നിരുന്നാലും ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാനുള്ള പ്രധാന കാരണം ഓഫർ ടൈമിൽ ഈ ഒരു ഐറ്റം ഏതാണ്ട് 43,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു പ്രൈസിനൊക്കെ കിട്ടണമെന്നതിന്റെ കണ്ണും പൂട്ടിയെടുത്തോ. കാരണം അത്ര വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഫോൺ. 50,000 രൂപ മേലേക്കൊക്കെയാണ് പ്രൈസിങ് എങ്കിൽ നിങ്ങൾ ഈ ഫോൺ തൽക്കാലം അവോയ്ഡ് ചെയ്യുക. വേറെ മികച്ച ഫോൺ വരുന്നുണ്ട്. വെയിറ്റ്. റിയൽമി GT7 Proയുടെ കാര്യം പറഞ്ഞ പോലെ അടുത്തും പറയാൻ പോകുന്ന ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണാണ് iQOO 30. 2.8 മില്യൺ ആണ് ഇതിന്റെ ANTUTU സ്കോർ വരുന്നത്. പിന്നെ iQന്റെ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലെ ഫോണുകളിൽ ക്യാമറ സെറ്റപ്പും കൊള്ളാട്ടോ. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ 2x ടെലിഫോട്ടോ ക്യാമറയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ iQOO 12 3x ടെലിഫോട്ടോ ക്യാമറയായിരുന്നു. സോ അവരവിടെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനായിരുന്നു ഒരു മനസ്സിലാവില്ല. ആ 3x ടെലിഫോട്ടോ ക്യാമറ കൊടുത്താൽ മതിയായിരുന്നു.
കാര്യമില്ല. പിന്നെ 32 മെഗാപിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറ സാധാ വരുന്ന പോലെ ഇതിലും വന്നിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ LPDDR5Xന്റെ 12GB RAM ആണ് ബേസ് വേരിയന്റ് ആയിട്ട് വരുന്നത്. പിന്നെ 256GB ആണ് ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. അതും UFS 4.1 ആണ് കൊടുത്തിട്ടുള്ളത്. സോ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡൊക്കെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു പറഞ്ഞ ഫോണിൽ 6000 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ OS വരുന്നത് ഫൺ ടച്ച് OS ആണ്. അത്രയും നല്ലൊരു OS അല്ല. ബട്ട് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ ഐക്യൂരിൽ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. നോർമലി ഇതിന്റെ പ്രൈസിങ് വരാനുള്ള ഒരു 55,000 പ്രൈസ് റേഞ്ചാണ്. പക്ഷെ ഓഫർ ടൈമിൽ നിങ്ങൾക്ക് ഇത് 50,000 താഴെ തന്നെ കിട്ടാറാണ്. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോൺ വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ചൂസ് ചെയ്യാവുന്നത്. ഓക്കെ, അടുത്തായിട്ട് ഞാൻ പറയുന്നത് ബെസ്റ്റ് പെർഫോമൻസ് പാക്കഡ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് ഫോണിനെ കുറിച്ചാണ്. യെസ്, OnePlus 13s 888 വെച്ച് വരുന്ന ഒരു കിഡിലൻ കുഞ്ഞൻ ഫോണാണ് ഈ ഒരു ഫോൺ. 2.4 million ആണ് ഇതിന്റെ അന്തുതു സ്കോർ വരുന്നത്. നോർമലി ഞാനൊരു കോമ്പാക്ട് ഫോൺ ഇഷ്ടപ്പെടുന്ന ആളാണ്. സോ അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫോണാണ്. എന്നാൽ നല്ല പെർഫോമൻസും തരുന്ന ഫോണാണ്. ഈ ഒരു കാര്യത്തിൽ പലരുടെയും ഒപ്പീനിയൻ മാറട്ടോ. ചിലർക്ക് വലിയ ഫോണായിരിക്കും ഇഷ്ടം, ചിലർക്ക് കോമ്പാക്ട് ആയിട്ടുള്ള ഫോണായിരിക്കും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഇതിൽ കൊടുത്തിട്ടുള്ള ക്യാമറ സെറ്റപ്പ് 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സലിന്റെ 2x ടെലിഫോട്ടോ ക്യാമറ, 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ക്യാമറ പെർഫോമൻസ് നമ്മൾ വിചാരിച്ച അത്രയും ഓക്കെ അല്ലെങ്കിലും ബട്ട് നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് ഇതിൽ എടുക്കാൻ പറ്റുന്നു. പിന്നെ ഇത്രയും ചെറിയ ഫോണായിട്ട് കൂടി 5850 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ചാർജർ ബോക്സിലും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ OS നിങ്ങൾക്ക് അറിയാലോ, ഓക്സിജൻ OS ആണ് വരുന്നത്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു OS ആണ് OnePlusന്റെ ഈ ഓക്സിജൻ OS എന്ന് പറഞ്ഞാൽ. നോർമലി ഇപ്പോൾ അത് കളർ OSലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും അതിന്റെ ഒരു യൂസേജ് കുറച്ചും കൂടി അടിപൊളിയാണ്. പിന്നെ ഇതിലൊരു AI-ക്കായിട്ട് ഡെഡിക്കേറ്റഡ് കീയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പോരാമായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ള ഇത്രയും വലിയൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണായിട്ട് കൂടി ഇതിൽ IP65 ആണ് റേറ്റിംഗ് കൊടുത്തത്. അത് കുറച്ചിട്ട് ഡൗൺഗ്രേഡ് ചെയ്ത പോലെ എനിക്ക് തോന്നി. കാരണം ഒരു IP68, 69 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് നല്ല പെർഫോമൻസും കുഴപ്പമില്ലാത്ത ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OnePlusന്റെ 13s ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. നോർമലി ഈ ഒരു ഫോണും 55,000 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഓഫർ ടൈമിൽ ഈ ഒരു ഫോണും നിങ്ങൾക്ക് 50,000 പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് എടുക്കാം. ഇനി നമ്മൾ 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് വിവോയുടെ X200 FE ആണ്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഇതിന്റെ ക്യാമറ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റൊരു ഫോണിലും കാണാത്ത ഡൈനാമിക് റേഞ്ചാണ് ഈ ഒരു ഫോണിലുള്ളത്. കാരണം അതിന്റെ ഹൈലൈറ്റും ഷാഡോസും ഒക്കെ കൺട്രോൾ ചെയ്യുന്നൊരു അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളതിന്റെ ചിപ്സെറ്റും നല്ല പെർഫോമൻസ് തരുന്ന ചിപ്സെറ്റ് ആണ്. MediaTek Dimensity 9300+ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. ഏതാണ്ട് 2 million ആണ് ഇതിന്റെ അന്തുതു സ്കോർ വരുന്നത്. പിന്നെ LTP AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് 50 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. LPDDR5Xന്റെ RAM ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ കൊടുത്തിട്ടുള്ള സ്റ്റോറേജ് വേരിയന്റ് UFS 3.1 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള OnePlusന്റെ 13s ഉണ്ടല്ലോ, അതിൽ കൊടുത്തിട്ടുള്ള UFSന്റെ 4.0 ആണ്. സോ വിവോയുടെ X200 FE കുറച്ചുകൂടി റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് അതിൽ കൂടുതലായിരിക്കും. സാധാരണ ഇതിന്റെ വ്യത്യാസം നിങ്ങൾ നോർമൽ ആയിട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നില്ല. അതിനുള്ളൊരു സിനാരിയോ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് പ്രോസസ് ചെയ്യാനുള്ള എടുക്കുന്ന സമയം ഉണ്ടല്ലോ, അത് ഈ സ്റ്റോറേജ് വേരിയന്റ് കൂടും തോറും അതിന്റെ സമയം കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് UFS 4.0 ആകുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ഈ ഫോട്ടോയുടെ ഒക്കെ പ്രോസസ്സിങ് ചെയ്ത് കഴിയും. നിങ്ങൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ എന്ന് പറയുന്നത്. പിന്നെ വിവോയുടെ ഈ ഒരു ഫോണിൽ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 6500 mAh ബാറ്ററി ഈ ഒരു കുഞ്ഞൻ ഫോണിൽ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടാതെ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ചാർജറും ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ IP69 സർട്ടിഫൈഡ് ആണ്. സൈസിന്റെ കൊളാബറേഷനിൽ വരുന്ന ക്യാമറയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന്റെ ക്യാമറ പെർഫോമൻസ് അത്രയും അടിപൊളിയായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു പോരാമായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇതിൽ കൊടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ഫൺ ടച്ച് OS ആണ്. അത് എനിക്ക് അത്രയും കൺവീനിയന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള 6 ഫോണുകളാണ് 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഫോണുകൾ കേട്ടോ. ഇനി നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് ഒട്ടും വാല്യൂ ഫോർ മണി അല്ലാത്ത ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു. അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ആ ഒരു ഫോണുകളുടെ ലിസ്റ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. ആപ്പിളിന്റെ ഫാൻ ബോയ്സ് ഉണ്ടെങ്കിൽ അങ്ങ് മാറി നിന്നേക്ക്. ഇതിൽ പറയാൻ പോകുന്ന 3 ഫോൺ ആപ്പിൾ ഫോണുകളാണ്. iPhone 30, iPhone 40, iPhone 16e. അത് മാത്രമല്ല ഗൂഗിളിന്റെ Pixel 9a. ഈ പറഞ്ഞ 4 ഫോണുകളും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും വർത്തായിട്ടുള്ള ഒരു ഫോണല്ല ഈ പറഞ്ഞ 4 ഫോണുകളും. നിങ്ങളപ്പോൾ ചോദിക്കുന്നുണ്ടാവും iPhone 16e ഒക്കെ ഇപ്പൊ പുതുതായിട്ട് വന്ന ഫോണല്ലേ എന്ന്. സംഭവം പുതുതായിട്ട് വന്ന ഫോണാണ്. പക്ഷെ നിങ്ങൾ ഈ കൊടുക്കുന്ന 50,000 രൂപയ്ക്കുള്ള ഒരു തേങ്ങാക്കൊലയും അതിലില്ല. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ഫോണൊക്കെ നിങ്ങൾക്ക് മേടിക്കാം. എപ്പം ഒരു 40 പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ അതിന്റെ താഴേക്ക് വരികയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ.
സത്യം പറഞ്ഞാൽ ഈ ഐഫോണിന്റെ 16E ഒക്കെ ഈ ഓഫർ ടൈമിൽ ഒരു 40,000 പ്രൈസ് റേഞ്ച് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കോ അടുത്ത സെയിൽ ടൈമിൽ ഇതിന്റെ വില എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ. ഈ പറഞ്ഞ ഫോണുകളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോണുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ നല്ല ഫോൺ നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഫോണുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ഫോൺ ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ വിക്കി. അപ്പോ ബൈ.